ഹലോ റാപ്സോലിയ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാണാമല്ലോ, ഇന്ന് എൻ്റെ കൂടെ ഉള്ളതാണ് ഹീറോയുടെ സൂപ്പർ സ്പ്ലെൻഡർ എക്സ്-ടെക്. അതെ ഗൈസ്, നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ പേര് പോലെ തന്നെ ഈ ഒരു ബൈക്ക് ഏതെല്ലാം കാര്യത്തിലാണ് സൂപ്പർ എന്നും ഏതെല്ലാം കാര്യത്തിലാണ് സൂപ്പർ അല്ലാത്തതെന്നും നോക്കിയാലോ. നമുക്ക് പെയിൻറ്റ് സ്കീമിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു റെഡ് കളറാണ് നമുക്ക് ഈ ഒരു ബൈക്കിൽ വരുന്നത്. ഒരു സിംഗിൾ ടോൺ പെയിൻറ്റ് ഫിനിഷാണ്. പിന്നെ കാണാമല്ലോ, സൈഡിലായിട്ട് കമ്മ്യൂട്ടർ ബൈക്സിന് ചേരുന്ന രീതിയിലുള്ള ഒരു സ്റ്റിക്കർ കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. കാണാൻ ഒരു ഭംഗി തന്നെയാണ്. അതെ, കാണാൻ സൂപ്പർ തന്നെയാണ്. പെയിൻറ്റ് ക്വാളിറ്റി, ഓഫ് കോഴ്സ് പെയിൻറ്റ് ക്വാളിറ്റിയും സൂപ്പർ തന്നെയാണ് കേട്ടോ. നല്ല കിഡിലൻ പെയിൻറ്റ് ക്വാളിറ്റിയാണ് ഈ ഒരു സൂപ്പർ സ്പ്ലെൻഡറിൽ വരുന്നത്. ഫ്രണ്ടിലോട്ട് നോക്കാം. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് സെക്ഷൻ്റെ ലുക്സൊക്കെ എങ്ങനെയാണ് വരുന്നത്. കൊള്ളാം, ഒരു കമ്മ്യൂട്ടർ ബൈക്സിന് ചേരുന്ന രീതിയിലുള്ള ലുക്സാണ് വരുന്നത്. ഹെഡ്ലൈറ്റിന് മുന്നേ നമുക്ക് ഇവിടെ DRL കാണുന്നുണ്ട്. ഒരു LED DRL ആണ്. ലൈറ്റ്സ് ഓഫ് കോഴ്സ് LED തന്നെയാണ്. പ്രൊജക്റ്റ് LED ഹെഡ് ലാംപ്സ് കിട്ടുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. കാണാമല്ലോ, LED ലൈറ്റ്സ് മിന്നി നിൽക്കുന്നത്. നൈറ്റ് ടൈം അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റിയൊക്കെ തന്നെ ഈ ഒരു ഹെഡ് ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യത്തിൽ അത്രമാത്രം സൂപ്പറൊന്നുമല്ല. ഇപ്പോഴും ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. LED കൊണ്ടുവന്ന് കുറച്ചുകൂടി സൂപ്പർ ആക്കായിരുന്നു ഹീറോയ്ക്ക്. പിന്നെ ടെയിൽ ലൈറ്റ്സ് ഒരു മിനിറ്റ്, ബൈക്ക് ഒന്ന് ഓണായിക്കോട്ടെ. ടെയിൽ ലൈറ്റ്സ് സൂപ്പറാണോ അല്ലേ എന്ന് നോക്കാം. ടെയിൽ ലൈറ്റ്സ് കൊള്ളാം, കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ട്, കാണാൻ സൂപ്പറാണ്. പക്ഷേ അകത്തിരിക്കുന്ന LED അല്ല, പകരം ഹാലജൻ ബൾബ്സാണ്. അവിടെ പ്രൈസൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി, കുറച്ചുകൂടി പൈസയൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി ഹീറോ ഹാലജൻ ബൾബ്സാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ലുക്സ് കൊള്ളാം കേട്ടോ. നമുക്ക് പിന്നെ സീറ്റ്സ് കാണാമല്ലോ, സ്പ്ലെൻഡറിൽ വരുന്നതിനെക്കാട്ടി കുറേ കൂടി വൈഡർ ആയിട്ടുള്ള സീറ്റ്സാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് ബൾക്കി ആയിട്ടുള്ള ആളായി പോലും അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് ഇരുന്ന് പോകാം. പാഡിങ് അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. റൈഡറിനെ കാട്ടി കുറച്ചുകൂടി നല്ല പാഡിങ് ആണ് പില്ലിന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പില്ലിന് കുറച്ചുകൂടി നല്ല കംഫർട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ബാക്കി ബൈക്സിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ, ബാക്കി കമ്മ്യൂട്ടർ ബൈക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല റൂമും ഉണ്ട്. ഈസി ആയിട്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരുന്ന് പോകാം കേട്ടോ. പിന്നെ നമുക്ക് ബൈക്കിലോട്ട് കയറിയിട്ട് സീറ്റായിട്ട് ചെക്കൗട്ട് ചെയ്യാം. സീറ്റായിട്ട് 793 793. ഞാൻ 5'8" ആണ്. എനിക്ക് രണ്ട് സൈഡും പ്രോപ്പർ പ്ലാനറ്റ് ഫുട്ട് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ 5'5", 5'6" ആയാലും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം കാണാമല്ലോ, എൻ്റെ മുട്ടിൻ്റെ ഇവിടെ ഒരു ബെൻഡൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾ 5'6" ആയാലും ഈസി ആയിട്ട് പ്ലാനറ്റ് ഫുട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ബൈക്ക് മാനേജ് ചെയ്യാനും വളരെ എളുപ്പമാണ്. വെറും 122 കിലോഗ്രാമേ ഉള്ളൂ. എളുപ്പത്തിൽ പാർക്കിംഗ് ലോട്ടിൽ നിന്നൊക്കെ സിമ്പിളായിട്ട് മൂവ് ചെയ്യാം. പിന്നെ നമുക്ക് ഹാൻഡിൽ ബാർ സ്വിച്ചസ് നോക്കുമ്പോൾ അത്രമാത്രം സൂപ്പറായിട്ടൊന്നും തോന്നില്ല. പഴയ മീറ്റർ കൺസോൾ, പഴയ ഹാൻഡിൽ ബാർ സ്വിച്ചസൊക്കെ തന്നെയാണ്. നമുക്കിവിടെ പാസ് ബട്ടൺ, ഇവിടെ ഡിം ആൻഡ് ബ്രൈറ്റ്, പിന്നെ ഹസാർ ലാമ്പ് സ്വിച്ച് വരുന്നുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ്, താഴെ ഹോൺ, പിന്നെ നമുക്ക് I3S ഫംഗ്ഷൻ, പിന്നെ കിൽ സ്വിച്ച്. വളരെ ബേസിക് ആയിട്ടുള്ള ഹീറോ ബൈക്സിലൊക്കെ നമ്മൾ കണ്ട് മടുത്ത സംഭവങ്ങളാണ് ഇതിലും കിട്ടുന്നത്. സൂപ്പർ സ്പ്ലെൻഡർ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ സൂപ്പറായിട്ട് കീ സ്വിച്ചസിലും കൊടുക്കാമായിരുന്നു. പക്ഷേ ഹീറോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. നമുക്ക് മീറ്റർ കൺസോൾ നോക്കും മുന്നേ അവിടെയും കീസ് സിമിലറാണ്. നമ്മുടെ പാഷനിലും ഗ്ലാമറിലും ഒക്കെ കൊണ്ടുവന്ന സിമിലർ കീസ് തന്നെയാണ് നമുക്ക് ഈ ഒരു സൂപ്പർ സ്പ്ലെൻഡറിലും കിട്ടുന്നത് കേട്ടോ. നമുക്ക് മീറ്റർ കൺസോൾ ഓൺ ചെയ്യാം. മീറ്റർ കൺസോൾ നമ്മൾ സ്പ്ലെൻഡർ എക്സ്-ടെക്കിലും എക്സ്-ടെക് 2.0 ഒക്കെ കണ്ടുവന്ന സെയിം മീറ്റർ കൺസോളാണ്. ഡിജിറ്റലാണ്, ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോൾ. ഹലോ മൈ ഹീറോ എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഒരു വലിയ വലിയ സ്പീഡോമീറ്റർ, തൊട്ട് താഴെ ഓഡോമീറ്റർ. ഈ മോഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ട്രിപ്പ് A, ട്രിപ്പ് B, 2 ട്രിപ്പ് മീറ്റേഴ്സ് കിട്ടുന്നുണ്ട്. പിന്നെ ഫ്യൂൽ ഇൻഡിക്കേഷൻ, പിന്നെ ബ്ലൂടൂത്ത് കോമ്പാക്റ്റബിൾ ആണ്. അപ്പോൾ നമുക്ക് കോൾ അലർട്സ് ഒക്കെ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ആവറേജ് കിലോമീറ്റർ പെർ ലിറ്റർ കിട്ടുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ വാർണിംഗ് സിമ്പിൾസും വരുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നമുക്കിവിടെ ഒരു ടൈപ്പ് A ചാർജിങ് പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടി നല്ലൊരു ബിൽഡ് ക്വാളിറ്റി കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ എക്സ്-ടെക്കിലൊക്കെ കണ്ട പോലെ ഒരു ചീപ്പ് പ്ലാസ്റ്റിക് കൊടുക്കാതെ കുറച്ചുകൂടി നല്ലൊരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു രീതിയിലാണ് നമുക്കൊരു ചാർജിങ് പോർട്ട് ഇത്തവണ ഒരു സൂപ്പർ സ്പ്ലെൻഡറിൽ കൊണ്ടുവന്നത്. അത് ആ കാര്യത്തിൽ കൊള്ളാം. പിന്നെ നമുക്ക് വേറെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം, നമ്മുടെ ഏതിലായിരുന്നു, ഗ്ലാമറിലാണെന്നാണ് തോന്നുന്നത്. മിറേഴ്സ് പ്രോപ്പർ അല്ലായിരുന്നു. അതിലും കണ്ടതുപോലെ തന്നെ ഇതിലും മിറേഴ്സ് ഒന്നങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ഒക്കെയാണ് ഇരിക്കുന്നത്. പ്രോപ്പർ അല്ല. ഒരു ADHD ഉള്ള ആളാണെങ്കിൽ ഒരിക്കലും ഈ ഒരു ബൈക്ക് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല ഓടിക്കാനായിട്ട്. എന്തോ പറയാം, പ്രോപ്പറായിട്ട് ഒരു ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും പ്രോപ്പറായിട്ട് മാച്ച് ആവുന്നില്ല മിറേഴ്സിൻ്റെ കാര്യത്തിലേക്ക്. മിറേഴ്സ് സെയിമാണ്, പക്ഷേ മിറേഴ്സിൻ്റെ പ്ലേസ്മെൻ്റ് ഒന്നും അത്രമാത്രം പ്രോപ്പറായിട്ടില്ല. പിന്നെ നമുക്ക് എഞ്ചിനെ പറ്റി പറയാം അല്ലേ. നമുക്കിതിലൊരു ബ്യൂട്ടിഫുൾ എഞ്ചിനാണ് വരുന്നത്. നമ്മുടെ ഗ്ലാമറിലേക്ക് കണ്ടുവന്ന സെയിം എഞ്ചിൻ തന്നെയാണ് കേട്ടോ. ഒരു
ഒരു 124.7cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ എൻജിൻ. അതെ, സ്പ്ലെൻഡറിൻ്റെ ആ ഒരു DNA ഒക്കെ ഇതിലും കിട്ടുന്നുണ്ട്. ഓഫ്കോഴ്സ് മൈലേജൊക്കെ കിടലായിട്ട് ഇതിലും കിട്ടുന്നുണ്ട്. നമുക്ക് പവർ ഫിഗേഴ്സ് ചെക്ക് ചെയ്യാം. ഒരു 10.8 PS പവറും ഒരു 10.6 Nm ഓഫ് ടോർക്കുമാണ് ഈ ഒരു 124cc എൻജിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അത്യാവശ്യം നല്ല റിഫൈൻമെൻ്റ് ഒക്കെ ഉണ്ട്, സ്മൂത്ത് ആയിട്ട് റണ്ണും ആവുന്നുണ്ട് കേട്ടോ ഈ ഒരു ബ്യൂട്ടിഫുൾ എൻജിൻ. പിന്നെ ബ്രേക്കിംഗ് സൈഡ് നോക്കുമ്പോൾ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെ തരുന്നുണ്ട്. ഒരു 240mm ഡിസ്ക് റോട്ടേഴ്സും വൈബ്രയുടെ 2% കാലിബേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ABS ഇതുവരെ ഇതിലോട്ടും വന്നിട്ടില്ല. അതൊരു മോശം കാര്യം തന്നെയാണ്. ഹാർഡായിട്ടൊക്കെ ബ്രേക്ക് പിടിക്കുന്ന ടൈം ടയർ ലോക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മുടെ ഗ്ലാമറിൽ ഓടിക്കുന്ന ടൈം ടയർ ലോക്ക് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ABS ഇല്ലാത്തൊരു പോരായ്മയാണ്. പക്ഷേ എന്നാലും നല്ലൊരു ബ്രേക്കിംഗ് കിട്ടുന്നുണ്ട്. പക്ഷേ ഹാർഡായിട്ട് ഹാർഡായിട്ട് പിടിക്കുന്ന ടൈം ഡിസ്ക് ലോക്ക് ആവാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ റിയർ സൈഡ് 130mm ഡ്രം ബ്രേക്സ് ആണ്. ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ സൂപ്പർ ആയോ എന്ന് ചോദിച്ചാൽ സൂപ്പർ ആവേണ്ട ഒരു രീതിയിൽ വന്നു. ആ ഒരു ABS കൂടെ വന്നിരുന്നെങ്കിൽ ഒരു സൂപ്പർ ബ്രേക്കിംഗ് എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇത്തവണയും സൂപ്പർ ബ്രേക്കിംഗ് ബൈറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ABS ഇല്ലാത്തൊരു പ്രോപ്പർ സേഫ്റ്റി കൺസേൺ തന്നെയാണ്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്കൊരു 180mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. സ്പ്ലെൻഡറിനെക്കാട്ടി കുറച്ചുകൂടി നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് സസ്പെൻഷൻ ഓഫ്കോഴ്സ് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. ഫ്രണ്ട് സൈഡ് റിയർ സൈഡ് നമുക്ക് സ്പ്രിംഗ് ടൈപ്പ് ഹൈഡ്രോളിക് സസ്പെൻഷൻ നമുക്കതാ ഇവിടെ പ്രീലോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. സോഫ്റ്റ്വെയറായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റും. നമ്മൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ പോകുന്ന ടൈമും അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ടയേഴ്സ് നമുക്ക് ഫ്രണ്ടിൽ C8-ൻ്റെ ഫ്രണ്ടിലും ബാക്കിലും C8-ൻ്റെ ടയേഴ്സാണ്. ഫ്രണ്ടിൽ ഒരു 80 സെക്ഷൻ്റെ ടയേഴ്സും റിയർ സൈഡ് ഒരു 90 സെക്ഷൻ്റെ ടയേഴ്സാണ്. C8-ൻ്റെ ടയേഴ്സ് അത്യാവശ്യം നല്ല ഒരു ഗ്രിപ്പൊക്കെ തരുന്നുണ്ടായിരുന്നു ഓടിക്കുന്ന ടൈമൊക്കെ. പിന്നെ നമുക്ക് 18 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് വരുന്നത്. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 5 സ്പോക്ക് അലോയ് വീൽസാണ് നമുക്ക് ഈ ഒരു സൂപ്പർ സ്പ്ലെൻഡറിൽ കിട്ടുന്നത് കേട്ടോ. പിന്നെ ബിൽ ക്വാളിറ്റിയൊക്കെ ഇത് കാണാമല്ലോ. ഇവിടെയൊക്കെ കുറേ കൂടി നല്ലൊരു ബിൽ ക്വാളിറ്റി ഏരിയ കാണുന്നുണ്ട്. കുറേ കൂടി നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരാനുണ്ട്. ഇവിടുത്തെ ഈ ഒരു നട്ട് ആൻഡ് ബോൾട്ടൊക്കെ കുറേ കൂടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഹീറോയ്ക്ക് കൊണ്ടുവരായിരുന്നു. ഇങ്ങനത്തെ കുറേ ഏരിയാസൊക്കെ ഇനിയും കുറേ കൂടി പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യാറുണ്ട് ഹീറോ. പിന്നെ നമുക്കിപ്പോഴും കിക്ക് സ്റ്റാർട്ടൊക്കെ ഇതിലും കിട്ടുന്നുണ്ട് കേട്ടോ. കിക്ക് സ്റ്റാർട്ട് ഫെസിലിറ്റിയൊക്കെ ഈ ഒരു ബൈക്കിലും വരുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും ഒരു ഷോർട്ട് ഡ്രൈവ് പോകുന്നതിന് മുന്നേ ഇതിൻ്റെ എക്സോസ് നോട്ട് ഇവിടെ നിന്ന് കേട്ട് നോക്കാം. വളരെയധികം ക്വയറ്റാണ്. നമ്മുടെ ഗ്ലാമർ പോലെ തന്നെയാണ്. ചെറുതായിട്ട് കൈ കൊടുക്കുവാണ്. നല്ല ബ്യൂട്ടിഫുൾ മെലഡിയാണ് കേട്ടോ. വണ്ടി ഓഫായോ? ഓക്കെ, നമുക്ക് എന്തായാലും ഒരു ഷോർട്ട് ഡ്രൈവ് പോകാം അല്ലേ. നമ്മുടെ സൂപ്പർ സ്പ്ലെൻഡർ എടുത്തിട്ട് ഇനി റോഡിലൂടെ ഓടിക്കുന്ന ടൈമും സൂപ്പറാണെന്ന് അറിയണ്ടേ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മളങ്ങനെ ഹൈവേസിലോട്ട് എത്തിയിട്ടുണ്ട്. ഒരു സിഗ്നലിൽ നിൽക്കുമോ. പിന്നെ ഇപ്പോൾ 125cc ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രൈ ആക്കുന്ന വെയിലത്തും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഇതിൻ്റെ ഹീറ്റിങ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു 0 to 80 ചെക്കൗട്ട് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്നൊക്കെ പറയാം. ഈവൻ ദോ നമുക്കിതിൽ ഗ്ലാമറിൻ്റെ എഞ്ചിനായാൽ പോലും ട്യൂണിങ്ങിൽ ചേഞ്ച് വന്നിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഗ്ലാമറൊക്കെ ലൈക്ക് 110, 120 ഒക്കെ ഈസി ആയിട്ട് പോകുമായിരുന്നു. ഇത് 90 എത്തുമ്പോൾ തന്നെ കുറച്ചൊന്ന് സാച്ചുറേറ്റഡ് ആവുന്നുണ്ട്. നമുക്കിതിൻ്റെ ബ്രേക്കിംഗ് ടെസ്റ്റ് ഇവിടെ ഒന്ന് നോക്കാം അല്ലേ. എന്തായാലും ബാക്ക് സൈഡ് അത്യാവശ്യം നല്ല ക്ലിയർ ആണ്. ഫ്രണ്ട് ബ്രേക്സ് മാത്രമാണ് നമുക്കൊരു 50. ഓക്കെ, ബ്രേക്കിംഗ് ബൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു ഹൈവേ ആയതുകൊണ്ട് ടയർ ലോക്കിംഗ് നല്ലൊരു പ്രോപ്പർ റോഡ് ആയതുകൊണ്ട് ടയർ ലോക്ക് ആവുമെന്നുള്ളൊരു പേടിയില്ല. പക്ഷേ അതേ സമയത്ത് ഇവിടെ ഒരു മണൽത്തരികളൊക്കെ ഉള്ള റോഡാണെങ്കിൽ ബ്രേക്കിംഗ് ടൈം കുറച്ചൊന്ന് പേടിക്കണം. കാരണം ABS ഇല്ലാത്തതായതുകൊണ്ട് തന്നെ ടയർ ലോക്ക് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഗ്ലാമറിൽ ഞാൻ ഓടിച്ച ടൈം 2-3 വട്ടം ടയർ ലോക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലും ടയർ ലോക്ക് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ നമുക്കിതിൻ്റെ ഞാനിത് ഓടിച്ച ടൈമാണ് വേറൊരു കാമ്പരിയും നോക്കിയത് കണ്ടത്. ഇതിൻ്റെ സ്റ്റെബിലിറ്റി, ഫ്രണ്ട് ആൻഡ് സ്റ്റെബിലിറ്റി അത്രമാത്രം ഗംഭീരമൊന്നുമല്ല കേട്ടോ. ലൈക്ക് ഞാൻ സിമ്പിളായിട്ട് കാട്ടിത്തരാം.
ഇതിൻ്റെ സസ്പെൻഷൻ ആണെന്ന് തോന്നുന്നു. ഇത്രമാത്രമല്ല, സോഫ്റ്റ്വെയർ ആയിട്ടുള്ള സസ്പെൻഷൻ ആണെന്ന് തോന്നുന്നു. ചെറിയൊരു വോബ്ലിംഗ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു 80 കിലോമീറ്ററൊക്കെ കഴിയുന്ന ടൈം ഫ്രണ്ട് ആൻഡ് സ്റ്റെബിലിറ്റി അത്യാവശ്യം നന്നായിട്ട് തന്നെ നഷ്ടപ്പെടുന്നത് പോലെയും ഫീൽ ആവുന്നുണ്ട്. അത് എത്രമാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു ബൈക്കിൽ. പിന്നെ നമുക്ക് ഇതിൻ്റെ മിറേഴ്സ് കാണാനാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഈ ഒരു ഷേപ്പ് അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ബാക്കിൽ വരുന്ന സംഭവങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ലുക്ക് അത്രമാത്രം എനിക്ക് ഒരു സൂപ്പറായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ സൂപ്പറാണെന്ന് ചോദിച്ചാൽ അത്യാവശ്യം സൂപ്പറൊക്കെ തന്നെയാണ്. നമുക്ക് സിറ്റീസിൽ ഒരു 60 km/ലിറ്റർ വരെ ഡീസൻ്റ് ആയിട്ടൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ കിട്ടും. അന്നേരം ഇതേപോലത്തെ ഹൈവേസിലോട്ടൊക്കെ വരുന്ന ടൈം മര്യാദക്കൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 65 വരെയും കിട്ടുന്നുണ്ട്. അപ്പോൾ സൂപ്പർ സ്പ്ലെൻഡറിൻ്റെ കാര്യത്തിൽ ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ അത്യാവശ്യം സൂപ്പറൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ വൈബ്രേഷൻസിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ ഗ്ലാമറിൽ കണ്ടതുപോലെ തന്നെയാണ്. ഒരു 80-85 ഒക്കെ കഴിയുന്ന ടൈം വൈബ്രേഷൻസ് നന്നായിട്ട് കൂടി വരുന്നുണ്ട്. ഫുഡ് പെക്സിലും ഹാൻഡിൽ ബാസിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ അറിയപ്പെടുന്നുണ്ട്. എസ്പെഷ്യലി ഫുഡ് പെക്സിൽ അത്യാവശ്യം നല്ലതുപോലെ വൈബ്രേഷൻസ് കയറി വരുന്നുണ്ട് 80 ഒക്കെ കഴിയുന്ന ടൈം. അല്ല, നമ്മൾ ഈ സ്പീഡിലൊക്കെ പോകുന്ന ടൈം ആണെങ്കിൽ ലൈക്ക് ഒരു 65-67 ഒക്കെ ആണെങ്കിൽ ചെറിയൊരു ബസ്സിങ് ഫീലുണ്ട്. അതൊരിക്കലും നമ്മളെ ബോധറൊന്നും ചെയ്യത്തില്ല. നമ്മൾ ഇതേപോലെ ഓടിച്ച് പോകുന്ന ടൈം ആയതുകൊണ്ട് തന്നെ അത് അത്രമാത്രം ബോധറാവുന്നില്ല. പിന്നെ ഇതിൻ്റെ വിലയും കാര്യങ്ങളും നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് ഇതിന് ലൈക്ക് 1,17,000 രൂപയാണ് ഒരു ഓൺ റോഡ് പ്രൈസ് ആയിട്ട് വരുന്നത്. ബൈക്ക് എടുത്തത് ഞാൻ ഈഞ്ചക്കിലുള്ള ഹീറോ പ്രീമിയം എന്നാണ്. ഞാൻ എന്തായാലും കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. ഹീറോയുടെ ഈ ഒരു സൂപ്പർ സ്പ്ലെൻഡറോ ഹീറോയുടെ ഏതെങ്കിലും ഒരു ബൈക്ക് വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് അവർ നിങ്ങളെ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ വേർഡിക്റ്റ് പറയാനാണെങ്കിൽ ഈ ഒരു സൂപ്പർ സ്പ്ലെൻഡർ പേര് പോലെ തന്നെ സൂപ്പറാണോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ സൂപ്പറാവാൻ ഇനിയും കുറേ തന്നെ കാര്യങ്ങളുണ്ട്. ലൈക്ക് ബിൽഡ് ക്വാളിറ്റി, നട്ട് ആൻഡ് ബോൾട്ടിൻ്റെ ക്വാളിറ്റി, വയറിംഗ് ക്വാളിറ്റി, ഫ്രണ്ട് ആൻഡ് സ്റ്റെബിലിറ്റി, ABS വരാനുണ്ട്. ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ മാറ്റാനുണ്ട്. അതൊക്കെ മാറ്റി കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് സൂപ്പർ ആയേനെ. ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു സൂപ്പർ സ്പ്ലെൻഡർ, സൂപ്പർ ആയിട്ടില്ല ഈ ഒരു സൂപ്പർ സ്പ്ലെൻഡർ. ഇനിയും കുറേയേറെ കാര്യങ്ങൾ മാറ്റാൻ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ എല്ലാ കാര്യങ്ങളും തന്നെ ഞാൻ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.